100 കോടി രൂപ ഉണ്ടാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ആദ്യത്തെ 1 കോടി രൂപയാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിരിക്കും. ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സിൽ ഒരാളായ ചാർലി മങ്കർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ $100,000 ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ടോട്ടൽ വെൽത്ത് എക്സ്പ്ലോഡ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഇത് പറയാറുണ്ട്. അതായത് നിങ്ങളുടെ ആദ്യത്തെ 1 കോടി രൂപയാണ് ഉണ്ടാക്കാൻ ഏറ്റവും പാട്, അതിനുശേഷം വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങളെന്ന്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇതിങ്ങനെ പറയുന്നതെന്നും നമ്മൾ മിഡിൽ ക്ലാസ് ആളുകളുടെ പെർസ്പെക്റ്റീവിൽ നിന്നും ഇതൊന്ന് നോക്കി നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഇവരിങ്ങനെ പറയുന്നതിന്റെ ഒന്നാമത്തെ റീസൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപ ഞാൻ 15% റിട്ടേൺസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. 1 വർഷം കഴിയുമ്പോൾ എനിക്ക് റിട്ടേൺസ് മാത്രം 15,000 രൂപ തിരിച്ചു കിട്ടും. ഈ 15,000 രൂപ ഞാൻ വീണ്ടും 1 വർഷം കൂടെ അതേ സെയിം സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ 1 വർഷം കൂടെ കഴിയുമ്പോൾ ഈ 15,000 രൂപയ്ക്ക് മാത്രം എനിക്ക് 2,000 രൂപയായിരിക്കും റിട്ടേൺസ് കിട്ടുന്നത്. അതൊരു വലിയ എമൗണ്ട് ആണോ? ആയിരിക്കാം. പക്ഷെ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 കോടി രൂപയാണ് ഉള്ളത് എന്ന് കരുതുക. ഇതേ സെയിം സ്ഥലത്ത് 15% ആനുവൽ റിട്ടേൺസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. 1 വർഷം കഴിയുന്ന സമയത്ത് ഈ 1 കോടി രൂപയ്ക്ക് റിട്ടേൺസ് മാത്രം എനിക്ക് കിട്ടുന്നത് 15 ലക്ഷം രൂപയായിരിക്കും. ഇനി അത് കഴിഞ്ഞുള്ള വർഷം ഞാൻ ഈ 15 ലക്ഷം രൂപയും അതേപോലെ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ 1 വർഷത്തിന് ശേഷം ഈ 15 ലക്ഷം രൂപ മാത്രം എനിക്ക് ഉണ്ടാക്കി തരുന്ന റിട്ടേൺസ് ഏകദേശം 2.25 ലാക്സിന് അടുപ്പിച്ചായിരിക്കും. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഈ ഇട്ടിരിക്കുന്ന 1 ലക്ഷം രൂപ 5 വർഷം കൊണ്ട് 2 ലക്ഷം രൂപയായിട്ട് മാറും ആ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ. അതേപോലെ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ആ 1 കോടി രൂപ 5 വർഷം കൊണ്ട് 2 കോടിയായി മാറും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? എത്ര വലിയ എമൗണ്ട് ആണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കോമ്പൗണ്ടിങ് അത്രയും വലിയ എമൗണ്ടിന്റെ മേളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ ക്യാഷും കൂടുതലായിരിക്കും. ഇനി രണ്ടാമത്തെ കാരണം ലെവറേജിങ് ടൈം. നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒന്നുകൂടെ എടുക്കാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ 1 കോടി രൂപ 15% റിട്ടേൺസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് ആ 1 കോടി 2 കോടി ആകുമെന്ന് അല്ലേ? ഇനി ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ കുറച്ച് വർഷം കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് കരുതുക. 14 വർഷം ആവുന്ന സമയത്ത് അത് 7 കോടിയാവും. 18 വർഷം ആവുന്ന സമയത്ത് അത് 12 കോടിയായി കഴിയും. ഈ 20 വർഷം ആവുന്ന സമയത്തേക്ക് ആ പണം 16 കോടിയായിട്ട് വളർന്നിട്ടുണ്ടായിരിക്കും. അതേസമയം നമ്മൾ 1 ലക്ഷം ആയിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഈ 20 വർഷം കൊണ്ട് ആ 1 ലക്ഷം രൂപ 16 ലക്ഷമായിട്ട് വളർന്നിട്ടുണ്ടായിരിക്കും. പെർസെൻറ്റേജ് ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ 1 കോടിക്കുണ്ടായതും 1 ലക്ഷത്തിനുണ്ടായതും സെയിം ഗ്രോത്ത് തന്നെയാണ്. പക്ഷെ അതിൽ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ചങ്ക് ഓഫ് മണി ഉള്ളത് കൊണ്ട് 20 വർഷം നമുക്ക് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ 15 കോടി രൂപയാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രോത്തും അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ റീസൺ മണി പർച്ചേസസ് മണി. പണത്തിന് കൂടുതൽ പണം വാങ്ങാൻ സാധിക്കും, നല്ല ഓപ്പർച്യൂണിറ്റീസ് വാങ്ങിക്കാൻ സാധിക്കും, നല്ല ബുദ്ധി ഹയർ ചെയ്യാൻ സാധിക്കും, ബെറ്റർ ഹെൽത്ത്, എപ്പോഴും അല്ല അറ്റ്ലീസ്റ്റ് ബെറ്റർ ന്യൂട്രീഷനും ബെറ്റർ ട്രീറ്റ്മെന്റ്സും വാങ്ങിക്കാൻ സാധിക്കും. ജീവിക്കാൻ സേഫ് ആയ ഒരു സ്ഥലം പണത്തിന് വാങ്ങിച്ചു തരാൻ സാധിക്കും. ഇൻഷുറൻസ് വാങ്ങിക്കാം, സേഫ് ആയിട്ടുള്ള കാർ വാങ്ങിക്കാം. ഒന്നിനും നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളത് പണത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം ഇത് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക്, മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന്. വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യം, ആ ഒരു ബെഞ്ച് മാർക്ക്, അതായത് ആ 1 കോടി എന്ന് പറയുന്ന ആ ഒരു ബെഞ്ച് മാർക്കിലേക്ക് എത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. പണത്തെപ്പറ്റി കൂടുതൽ പഠിക്കുക, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, എക്സ്പെൻസസ് കുറയ്ക്കാൻ ശ്രമിക്കുക, ഇൻകം കൂട്ടാൻ ശ്രമിക്കുക, പാസീവ് ഇൻകം സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുക, ടാക്സ് സേവ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ. അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് തന്നെയാണ് ഈ വീഡിയോയുടെ ഐഡിയ. ആദ്യത്തെ ആ ഒരു പോയിന്റിൽ എത്തുന്നത് വരെ ഇത് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണല്ലോ നമ്മൾ ഈ വീഡിയോ പറഞ്ഞ് തുടങ്ങിയത് തന്നെ. പക്ഷേ ഈ ഒരു ഐഡിയയിൽ നിന്നും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണോ? ആ ഒരു പോയിന്റ് എത്തിയതിന് ശേഷം കാര്യങ്ങൾ കുറേയൊക്കെ എളുപ്പമാവും എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തിയില്ലെങ്കിൽ അപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. അത് ഒബ്വിയസ്ലി ഇപ്പോഴത്തെക്കാളും ബെറ്റർ ആയിരിക്കും അല്ലേ? നമ്മുടെ വണ്ടിക്ക് ഫുൾ ടാങ്ക് അടിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു 1/4 ടാങ്ക് ആയാലും ഹാഫ് ടാങ്ക് ആയാലും എംപ്റ്റി ടാങ്ക് ഓടിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നതിനേക്കാളും ഒബ്വിയസ്ലി ബെറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാവരും ട്രൈ ചെയ്യുക. ദെയർ ഈസ് നോ ഫെയിലിംഗ്, ഓൺലി ഗെയിനിങ്.